നിരന്തര പരിശീലനം നമ്മളെ വിജയികളാക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല. കഴിഞ്ഞ സംസ്ഥാന കായികമേളയിൽ 9ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ നിരഞ്ജന ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഇതാ 1ാം സ്ഥാനത്തെത്തി സ്വർണം വാങ്ങി നിൽക്കുന്ന നിൽപ്പാണ്. നിരഞ്ജന, എന്ത് തോന്നുന്നു ഇപ്പോൾ? വളരെ സന്തോഷമുണ്ട്. ആദ്യം കോച്ചിനെ നന്നായിരുന്നു, പിന്നെ ദൈവത്തോട് നന്ദിയായിരുന്നു, പിന്നെ പാരൻസിനോട്. സ്വർണം വാങ്ങുന്ന പ്രതീക്ഷിച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്? അതെ, പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് സാധിക്കും ചെയ്യും. വളരെ ബുദ്ധിമുട്ടായോ? കുറച്ച് ബുദ്ധിമുട്ടായി, പക്ഷേ വേറെ വഴിയില്ലല്ലോ. പക്ഷേ എങ്ങനെയായിരുന്നു നമ്മുടെ പരിശീലനമൊക്കെ? പരിശീലനം ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം 9ാം സ്ഥാനത്തായിരുന്നു. നമ്മുടെ കഴിഞ്ഞ സ്കൂൾ സമയത്താണ്, സ്കൂൾ സ്റ്റേറ്റിൻ്റെ സമയത്താണ് കുട്ടി എന്നെ ക്യാമ്പിലേക്ക് വരുന്നത്. കഴിഞ്ഞ വർഷം 9ാം സ്ഥാനത്തായിരുന്നു. ഈ കൊല്ലാകുമ്പോഴത്തേക്കും ജൂനിയർ സ്റ്റേറ്റ് റെക്കോർഡ് എടുക്കാൻ പറ്റി. അതുപോലെ സൗത്ത് സോൺ മീറ്റ് സെക്കൻഡ് വന്നു. റെക്കോർഡ് ബ്രേക്ക് ചെയ്തായിരുന്നു, ഫസ്റ്റ് സെക്കൻഡും ബ്രേക്ക് ചെയ്തായിരുന്നു. ഇപ്രാവശ്യം മീറ്റ് ഫസ്റ്റും വന്നു. വളരെ സന്തോഷം ഇത്രയും പെർഫോമൻസ് ചെയ്യുന്നത്. ടീച്ചർ സ്കൂളിലെ ടീച്ചറാണ്, ഞാൻ അവിടുത്തെ കോച്ചാണ്. ടീച്ചറും പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. സ്കൂളിൻ്റെ പൂർണ്ണ പിന്തുണയും കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയെന്നത്. ഇതിൽ പരിശീലനമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണോ? അല്ല, നമ്മളൊരു കാങ്കൂൽ ശിവക്ഷേത്ര മൈതാനമുണ്ട്, അവിടെ ഒരു ഫാസ്റ്റ് അക്കാദമിയുണ്ട്. അക്കാദമിയിൽ നിന്നാണ് പരിശീലനം. അവിടെ നിന്ന് ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്ത് ഒരു നീലേശ്വരം സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. വൈകിട്ടില്ല വർക്കൗട്ട് അവിടെ ആയിരിക്കും അധികം. ഡെയിലി ഇവിടുന്ന് വണ്ടി വിളിച്ചിട്ട് പോവുകയാണ്, പോയിട്ട് വരിക ചെയ്യുന്നത്. നമുക്ക് സിന്തറ്റിക് ഇല്ലാത്തതിൻ്റെ ഒരു അഭാവമുണ്ട് അവിടെ, അതുകൊണ്ട് അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. ടീച്ചറെ, എങ്ങനെയുണ്ട്? നമ്മുടെ സ്കൂളിലേക്ക് ഇതാ സ്വർണം കൊണ്ട് പോവാണ്. ഭയങ്കര സന്തോഷമായി. കോച്ചിനെ ഞാൻ പറയുള്ളൂ, നല്ല സപ്പോർട്ടാണ്. കോച്ചിൻ്റെ ഒറ്റ കഴിവാണ്. പിന്നെ ഇവള് മിടുക്കിയാണ്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യും. കോച്ച് പറയുന്നതിനപ്പുറമില്ല. ഷുഗർ കട്ടെന്ന് പറഞ്ഞാൽ ഷുഗർ കട്ട് തന്നെ, ഒരു സാധനം കഴിക്കില്ല. വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫലമാണ്. അപ്പോൾ ഈ മെഡൽ ശരിക്കും കോച്ചിന് തന്നെ അർഹതപ്പെട്ട. ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. സ്കൂളിലെ കായിക അധ്യാപികയാണ്. എന്ന് പറഞ്ഞാൽ എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിരഞ്ജന, ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള, അതായത് വേറെ മത്സരങ്ങൾ എങ്ങനെയാണ്? അടുത്ത നാഷണൽസ് അതിനായിട്ട് ഇനി പ്രിപ്പയർ ചെയ്യണം. മാത്തിൽ സ്കൂളിലാണ്. മാത്തിൽ സ്കൂൾ. അപ്പോൾ സ്കൂളിലേക്ക്, കണ്ണൂരേക്ക് ഒരു സ്വർണം കൊണ്ട് പോവാണ്. അതിൻ്റെ സന്തോഷം വേറെയുണ്ട്. അതെ, തീർച്ചയായും. അതാണ്. എന്തായാലും സന്തോഷത്തോടെ മെഡലുമായി തിരികെ പോവുകയാണ്. ഇനിയിപ്പോൾ മറ്റ് മത്സരങ്ങൾ, ഈ പറഞ്ഞതുപോലെ നാഷണൽസിലടക്കം നല്ല പോയിന്റോടുകൂടി തന്നെ തിരിച്ചു വരട്ടെ, റെക്കോർഡുമായി തന്നെ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉർക്കടവിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.